പ്രിയ കലാസ്ത്രീകളെ, ഏവർക്കും അജി സ്റ്റാർ മാജിക്കിന്റെയും സജി സ്റ്റാർ മാജിക്കിന്റെയും സ്നേഹവന്ദനം. സ്റ്റാർ മാജിക്കിന്റെ 100ാമത് എപ്പിസോഡിനനുബന്ധിച്ച് ഞങ്ങൾക്ക് ഇന്ന് ഈ വേദിയിൽ ഒരു കഥാപ്രസംഗ പരിപാടി അവതരിപ്പിക്കാൻ അവസരമൊരുക്കുന്ന ഫ്ലവേഴ്സ് ടിവിയിലെ സ്റ്റാർ മാജിക്കിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും ആദ്യം തന്നെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഞങ്ങളുടെ ഈ വർഷത്തെ ഏറ്റവും പുതിയ കഥ ഠമാർ പടാ, അതായത് സ്റ്റാർ മാജിക്. കോമഡി എന്നാൽ ഫ്ലവേ ചാനൽ സ്റ്റാർ മാജിക് നമ്പർ 1. ജനകോടികൾ നിങ്ങൾ നെഞ്ചിലേറ്റിയ സ്റ്റാർ മാജിക്കല്ലോ. കോമഡി എന്ന ഫ്ലവേ ചാനൽ സ്റ്റാർ മാജിക് നമ്പർ 1. ജനകോടികൾ നിങ്ങൾ നെഞ്ചിലേറ്റിയ സ്റ്റാർ മാജിക്കല്ലോ. അതെ, ജനകോടികൾ നെഞ്ചിലേറ്റിയ സ്റ്റാർ മാജിക് എന്ന പരിപാടി അവരുടെ ഫ്ലോറിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഞങ്ങളുടെ കഥ ആരംഭിക്കുന്നത്. അതാ അങ്ങോട്ട് നോക്കൂ. എന്താണ് അവിടെ ഒരു സ്റ്റെപ്പ് കണ്ടോ? ആ സ്റ്റെപ്പ് കയറി മേളിച്ച്. സുഹൃത്തെ നിൽക്കും. അപ്പൊ ആ കാണുന്ന സ്റ്റെപ്പ് അല്ലേ? അതിന് സ്റ്റെപ്പ് ഉണ്ട്, ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ ഈ സ്റ്റെപ്പിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. അതെയോ? ഈ സ്റ്റെപ്പ് ഇങ്ങനെ പതുക്കെ കയറി മേളിൽ ചെല്ലുമ്പോ ഒരു ഗുഹ കാണാം. അതെ. ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും വരുന്നു. സിംഹമാണോ? അല്ല. രാക്ഷസനാണോ? അല്ല. രാക്ഷസിയാണോ? അല്ല. പിശാചാണോ? അല്ല. സാത്താനാണോ? അല്ലെന്ന്. സിംഹമാണോ? അല്ല. സൂര്യനാണോ? അല്ല. ചന്ദ്രനാണോ? No. നക്ഷത്രമാണോ? അതെ, നക്ഷത്രം. ഒരു പുതിയ നക്ഷത്രം, ലക്ഷ്മി നക്ഷത്ര. ചേരാത്തൊരു ഫ്രോക്കും ഇട്ട് മുഖമാകെ പൊട്ടിയുമാ നാട്ടാരെ കബളിപ്പിക്കും ലക്ഷ്മി നക്ഷത്ര. അങ്ങനെ ചേരാത്തൊരു ഫ്രോക്കും ഇട്ട് മുഖമാകെ പൊട്ടിയുമാ നാട്ടാരെ കബളിപ്പിക്കും ലക്ഷ്മി നക്ഷത്ര. അങ്ങനെ ഇങ്ങനെ മിനുക്കുള്ളൊരു ഫ്രോക്കും ഇട്ട് മുഖമാകെ പൊട്ടിയുമായി നാട്ടാരെ കബളിപ്പിക്കും ലക്ഷ്മി നക്ഷത്ര. അങ്ങനെ ഇങ്ങനെ. ഇതാണ് നമ്മുടെ കഥയിലെ നായിക ലക്ഷ്മി നക്ഷത്ര. ഈ കുട്ടി വരുമ്പോഴാണ് നമ്മളെ ജനങ്ങൾക്ക് ഈ പരിപാടി കാണാനൊരു ഇളക്കം. ഇങ്ങനെ തിളക്കമുള്ള ഉടുപ്പൂട്ടോണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയല്ലേ അല്ലേ? ഈ കുട്ടി വന്നതിന് ശേഷമാണ് സ്റ്റാർ മാജിക് നമ്മുടെ സ്വന്തം സ്റ്റാർ മാജിക് ആയത്. പക്ഷെ ഈ കുട്ടി വന്നാൽ മാത്രം കഥ നടക്കില്ല, അതിന് അവര് വരണം. അപ്പോ ഈ കുട്ടി വിളിച്ചു പറയും, വെൽക്കം ടു എൻ്റെ ടീം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി കുറെ കിഴങ്ങന്മാരും കിഴങ്ങിമാരും ഈ 2 ഹോളിൽ കൂടെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരും. ഈ നിൽക്കുന്ന ലക്ഷ്മി നക്ഷത്രമാണ് സ്റ്റാർ മാജിക്കിന്റെ ജീവനെങ്കിൽ ഈ സ്റ്റാർ മാജിക്കിന്റെ നാഡീ നരമ്പുകളാണ് ഇനി വരാൻ പോകുന്നത്. ആ 2 ഗുഹയ്ക്കുള്ളിൽ നിന്നും നക്ഷത്രങ്ങൾ, സൂപ്പർ സ്റ്റാറുകൾ ഇപ്പം വരും. ഇവരാണ് സ്റ്റാർ മാജിക്കിന്റെ താരങ്ങൾ, നക്ഷത്രങ്ങൾ. കണ്ടില്ലേ ഇങ്ങനെ തിളങ്ങുന്നത്? എനിക്ക് മാത്രമേ പാട്ടുള്ളൂ, ഇവരുടെ എൻട്രിയിൽ പാട്ടൊന്നും ഉണ്ടല്ലോ, ഇഷ്ടംപോലെ പാട്ടില്ലേ? കേൾക്കണോ? പിടിച്ചോ. ആദ്യം അനു വന്നു, കൂടെ ബിനു വന്നു, പിന്നെ ഡയാലയും, പിന്നെ സുധി വന്നു, പിന്നെ ശശി വന്നു, കൂടെ ജസീലയും. നെഞ്ചിൽ മാംസം ഉരുട്ടി കയറ്റി ഒരു ജിമ്മൻ നവി വന്നു, വെളിവില്ലാത്തരങ്ങളുമായി കൂടെ ലക്ഷ്മി പ്രിയ വന്നു, പിന്നെ കോപ്രായം കാട്ടുവാൻ തങ്കച്ചനും. ആദ്യം അനു വന്നു, കൂടെ ബിനു വന്നു, പിന്നെ ഡയാനയും, പിന്നെ സുധി വന്നു, പിന്നെ ശശി വന്നു, കൂടെ ജസീലയും. അങ്ങനെ വന്ന് നിറഞ്ഞിരിക്കല്ലേ നമ്മുടെ താരങ്ങൾ. ഒരു കുറവുമില്ല. വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. ഭയങ്കര കളിയാക്കുന്ന ഭയങ്കര കളിയാക്ക്. നമ്മുടെ ഈ ലക്ഷ്മി ഉണ്ടല്ലോ, ലക്ഷ്മി വന്ന് നല്ല തിളക്കമാർന്ന വസ്ത്രങ്ങൾ, കൂടിയ ഇനത്തിലുള്ള വസ്ത്രങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ഈ കൂടുതൽ ഒരു തടിയനുണ്ടായിരുന്നു. അവന്റെ ഒരു നോബിന്നാ പറ്റുവാന്ന് തോന്നുന്നു. അവന്റെ വായിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റില്ല. ഈ കുട്ടി എന്ത് വേണ്ടി ആക്ഷേപം പറയുന്നറിയോ? കണ്ട കൊല്ലാൻ തോന്നും സത്യം പറഞ്ഞ. 4000 രൂപയുടെ ചെരുപ്പിട്ട വന്ന ഉമാരൊക്കെ കളിയാക്കും. കേക്കട ഉമാരെ കളിയാക്കൽ കേട്ടോ. ഇതൊക്കെ കേട്ടാലും നമ്മുടെ പിള്ളേർ എന്നൊരക്ഷരം വേണ്ടില്ല. ഇങ്ങനെ വന്ന് തിളങ്ങി നിൽക്കും. വന്ന് നിന്നിട്ടോ ഒരുമിച്ചൊരു പറച്ചിലുണ്ട്. LKG പിള്ളേർ പോലും ഇങ്ങനെ പറയില്ല. എനിക്ക് തോന്നുന്നില്ല ഇത്രയും നാണവും മാനവില്ലാതെ നിന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇടത് കാല് മുന്നോട്ട് വെച്ച് ഇടത് കൈ മുകളിലേക്ക് ഉയർത്തി
ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി ഒരുമിച്ച് അയ്യയ്യയ്യേ, ഇങ്ങനെ പറയണ മീശയുള്ള ആളുകൾ എന്റെ ജീവിതത്തിൽ ഞങ്ങൾ ഇവരിങ്ങനെ വന്ന് തമാശ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ആ ഗുഹയ്ക്കകത്ത് നിന്ന് ഒരുത്തൻ ഇങ്ങനെ ഇറങ്ങി വരും കോപ്രായം കാണിക്കാൻ വേണ്ടി. ആരാണവൻ? സ്ഥിരമുണ്ട്, എല്ലാ സമയത്തും ഉണ്ട്. ആരാണവൻ? മായാവിയാണോ? അല്ല. കുട്ടൂസനാണോ? അല്ല. ഈ ഭൂമിയിലുള്ള സകലമാന സർവ്വചരാചരങ്ങളെ എങ്ങനെ വരച്ചു കൊടുത്താൽ അതും കൊണ്ട് ഒരു ഉളുപ്പൂലത് ഇങ്ങനെ വരുന്ന നമ്മുടെ സ്വന്തം തങ്കു. വേറെ തങ്കുവല്ല, വിതുര തങ്കച്ചൻ. തങ്കു വന്നു തിങ്കനെ പോലെ കാടിനുള്ളിൽ തത്തിക്കളിക്കും മൗഗ്ലിയെ പോലെ. തങ്കു വന്നു ഒരു ഡിങ്കനെ പോലെ കാടിനുള്ളിൽ തത്തിക്കളിക്കും മൗഗ്ലിയെ പോലെ. തങ്കു വന്നു ഒരു ഡിങ്കനെ പോലെ. ദോഷം പറയണ്ടല്ലോ, എന്ത് പറഞ്ഞാലും അതും കെട്ടിക്കൊണ്ട് ഇവിടെ വന്നിരിക്കും. 3 മണിക്കൂർ മേക്കപ്പാണ്, അതിനെ 10 മിനിറ്റ് കൊണ്ട് കളിയാക്കി ഇവിടെ നിന്ന് ഇറക്കി വിടും. ഒരു നാണവും ഇല്ലാത്തവനാണ് അവൻ. അവൻ ഇപ്പൊ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുക. എന്തിന്? കാണ്ടാമൃഗത്തിനാണോ തൊലിക്കെട്ടി അതോ തങ്കച്ചനാണോ എന്നുള്ള ഒരു ഗവേഷണം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദോഷം പറയരുതല്ലോ, ആളൊരു രസികനാണ്. എന്ത് പറഞ്ഞാലും കേരള ജനത അവൻ പറയുന്നത് കേട്ടങ്ങ് ചിരി. അഥവാ ഒരു ദിവസം തങ്കച്ചൻ വന്നില്ലെങ്കിൽ ആ മറ്റേ ഗുഹയിൽ നിന്നും മറ്റൊരുത്തൻ വരും ഇതുപോലെ കോപ്രായം കാണിക്കാൻ വേണ്ടിയിട്ട്. കുറെ കൗണ്ടറുമായി. അവൻ ആരാണവൻ? ആരാണവൻ? അടിമാലി അടിമാലി ഇടുക്കിയുടെ അടുത്തുള്ള അടിമാലി കൗണ്ടറും കൊണ്ട് കൂണുങ്ങി നടക്കും അടിമാലി ബിരുവാണു നീ, ഞങ്ങളുടെ അടിമാലി ബിരുവാണു നീ. അടിമാലി അടിമാലി ഇടുക്കിയുടെ അടുത്തുള്ള അടിമാലി കൗണ്ടറും കൊണ്ട് കൂണുങ്ങി നടക്കും അടിമാലി ബിരുവാണു നീ, ഞങ്ങളുടെ അടിമാലി ബിരുവാണു നീ. കൗണ്ടറുകൾ കൗണ്ടറുകൾ വാരി വിതറി അടിമാലി ഉയരുകയാണല്ലോ. കൗണ്ടറുകൾ കൗണ്ടറുകൾ വാരി വിതറി അടിമാലി ഉയരുകയാണല്ലോ. ഗെയിമും നീ കളിക്കണം, പാട്ടും നീ പാടണം, ഐസ് കട്ടത്തിൽ നീടണം, ഇവിടത്തെ ഐസ് കട്ടത്തിൽ നീടണം. അടിമാലി അടിമാലി ഇടുക്കിയുടെ അടുത്തുള്ള അടിമാലി കൗണ്ടറും കൊണ്ട് നീ നടക്കും അടിമാലി ബിനുവാണു നീ, ഞങ്ങളുടെ അടിമാലി ബിനുവാണു നീ, അടിമാലി ബിനുവാണു നീ. അങ്ങനെ കുറച്ച് കോമഡി ആയിട്ട് തങ്കച്ചനും വരും, അടിമാലി ബിനുവും വരും. ഇവര് രണ്ടുപേരും വന്നില്ലെങ്കിലോ ഈ ഗുഹയിൽ നിന്ന് വേറൊരുത്ത് ഇതുപോലെ കോപ്രായം കെട്ടിക്കൊണ്ട് വരും. അവൻ ആരാണെന്ന് അറിയണ്ടേ? ഇതുപോലെ ഇരിക്കും. മനസ്സിലായില്ലേ? പാട്ട് കേൾക്കണോ? കേട്ടോ? ഐസ് കട്ടയിൽ മെല്ലെ പതുങ്ങി പതുങ്ങി കയറും, പിന്നെ ഉരുണ്ട് ഉരുണ്ട് വീഴും, പിന്നെ കൊതിയും നുണയും പറയും. ഐസ് കട്ടയിൽ മെല്ലെ പതുങ്ങി പതുങ്ങി കയറും, പിന്നെ ഉരുണ്ട് ഉരുണ്ട് വീഴും, പിന്നെ കൊതിയും നുണയും പറയും. ആരടാ അസീസടാ, ആരടാ അസീസടാ, ആരടാ അസീസടാ, അസീസടാ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ഈ സമയത്ത് രാവിലെ വന്നുടനെ തലയിലൊരു തോർത്തും കെട്ടിയിട്ട് പാവപ്പെട്ട പിള്ളേരിങ്ങനെ കലവല കലവല എന്ന് വഴക്കും പറഞ്ഞുകൊണ്ടിരിക്കും. ആരാണെന്നറിയണ്ടേ? തന്നെ പോലെ തന്നെ മറ്റൊരു സുന്ദരി മിടുക്കി കണ്ടാ കിടുങ്ങും. അതാരാണെന്നറിയണോ? പാട്ട് കേൾക്കണോ? കേട്ടോ? ആരാണച്ച ആസ്ഥാനത്ത് കോമഡി പറയണത്? സംശയമുണ്ടോ ലക്ഷ്മി പ്രിയയ? കേട്ടാലറിഞ്ഞൂടെ? എന്താണച്ച ഇങ്ങനെ കിടന്ന് തലപില ചിലക്കണത്? വയസ്സായില്ലേ, കാഴ്ചയുമില്ല, ചെവിയും കേട്ടോടാ, ഒട്ടും ചെവി
ചെവി കേട്ടില്ലെങ്കിൽ എന്താ ദൂരെ നിന്ന് പറഞ്ഞാൽ മതി, ഫോൺ വിളിച്ച് വീട്ടിൽ പറയും. തിരുവനന്തപുരത്തുനിന്ന് ഒരു കാര്യം പറഞ്ഞാൽ മതി, എറണാകുളത്തെ ലക്ഷ്മിപ്രിയ അത് കേൾക്കും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആളൊരു പാവമാണ് കേട്ടോ. ആരൊക്കെ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ആരാണെന്നറിയാമോ? അതാരാണെന്നറിയണ്ടേ? ഓ ശശാങ്ക, അഴകുള്ള ശശാങ്ക, ഈ കോമഡിയിൽ വീരനായതെങ്ങനാണു നീ? ഓ ശശാങ്ക, അഴകുള്ള ശശാങ്ക, ഈ കോമഡിയിൽ വീരനായതെങ്ങനാണു നീ? ഞാൻ പറയില്ല, ഞാൻ പറയില്ല, ഞാൻ പറയില്ല. നീ പറയാത്ത നല്ലതല്ലേ, ആൾക്കാർ നിന്നെ വീട് തിരക്കി ഓട്ടോ വിളിച്ചോണ്ടിരിക്കുന്നില്ല. അങ്ങനെ ശശാങ്ക മാത്രമല്ല, ഇഷ്ടം പോലെ സുന്ദരിമാരുമുണ്ട് നമ്മുടെ പരിപാടി. ഡാൻസിന്റെ സ്റ്റെപ്പ് മാറ്റി നമ്മളെ ഇളക്കാൻ ഇങ്ങനെ വരും നമ്മുടെ മൃദുലക്കുട്ടി. ഒരു കയ്യടി കൊടുത്താൽ നമ്മുടെ മൃദുലയ്ക്ക്. മൃദുല വെല്ലുന്ന സ്റ്റെപ്പ് മാറ്റി വേറൊരാൾ വരും, നമ്മുടെ സീത. സ്വാസിക വെല്ലാൻ വേണ്ടി വേറൊരാൾ സ്റ്റെപ്പ് വിട്ട് ഓടി വരും. ചോറിനകത്ത് മിച്ചറിട്ട് ഇളക്കി തന്നെ നമ്മുടെ കൊച്ചുകുട്ടി മാൻവി. അതുപോലെ അനൂന വെല്ലാൻ വേണ്ടിട്ട് നമ്മൾ അമൃത കൊച്ചു വന്ന് തങ്കത്തിന്റെ ചെറിയൊരു നോട്ടമാണ്. നമുക്ക് സംശയമുണ്ട്, പക്ഷെ ആര് വന്നാലും വിട്ടുകൊടുക്കില്ല എന്ന വാശിയുമായിട്ട് നിപ്പോട്ട് നമ്മുടെ കോട്ടയംകാരി ഐശ്വര്യ കൊച്ചു. ആ കൊച്ചു ആരെന്ത് പറഞ്ഞ ചിരിയുമായിട്ട് നിപ്പോണ്ട് നമ്മുടെ തങ്കത്തിന്റെ സ്വന്തം ആള്. പേര് പറയണോ? പറയണം. ഇരട്ട പേര് പറഞ്ഞാൽ മതിയാ? അനു. പിന്നെ ബാംഗ്ലൂരിൽ നിന്നൊരു കൊച്ചുണ്ട് നമുക്ക്. ഇതൊക്കെ വന്നതിന് ശേഷം റേറ്റിംഗ് കൂടിയത് നമ്മുടെ സ്വന്തം ജസീല. ജസീലയ്ക്ക് തൊട്ടടുത്തൊരു ഇംഗ്ലീഷ് ടീച്ചറെ പോലെ നിപ്പോണ്ട് നമ്മുടെ ലക്ഷ്മിപ്രിയ. പിന്നെ ആരും കാണാ തൊട്ടപ്പുറത്ത് തലയിൽ LKG പിള്ളേർ വെക്കുമ്പോൾ ബോയും വെച്ചോണ്ട് ഇപ്പോൾ നമ്മുടെ ഡയാനക്കുട്ടി. അങ്ങനെ ജനങ്ങൾ കാത്തിരുന്നിട്ട് ഇതുവരെ വരാത്തൊരു കൊച്ചുകുട്ടി കൂടിയുണ്ട്. വൈക വരും, വരാതിരിക്കില്ല. തൊട്ടപ്പുറത്ത് മസിലളിയെന്ന് ഇപ്പോണ്ട്. മസിലളിയെ വെല്ലാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരാൾ ജിമ്മിന് ഫീസ് കൊടുത്ത് പോയിട്ടുണ്ട്, നമ്മുടെ സ്വന്തം കൊല്ലം സുധി. അങ്ങനെ സമ്പൽ സമൃദ്ധമായ സ്റ്റാർ മാജിക്കിന്റെ വേദി. ബുധൻ മുതൽ വെള്ളി വരെ ഇവരെ കാണാനായിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കും സ്റ്റാർ മാജിക്കിന്റെ ആരാധകര്. അതുപോലെ എത്രയോ ദൂരത്ത് നിന്ന്, കേരളത്തിന്റെ അകത്ത് നിന്ന്, കേരളത്തിന് പുറത്ത് നിന്ന്, അങ്ങ് വിദേശ രാജ്യത്തു നിന്ന് വന്നു വരെ ഇവിടെ ഇരിപ്പുണ്ട് സ്റ്റാർ മാജിക്കിന്റെ ഫാൻസ് ഗ്രൂപ്പ്. അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ സ്റ്റാർ മാജിക്കിന്. അങ്ങനെ സമ്പൽ സമൃദ്ധമായ നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ വേദി. എല്ലാരും വന്ന് ഇങ്ങനെ നിൽക്കുമ്പോ ഈ കുട്ടി ഉണ്ടല്ലോ, ഈ സുന്ദരി കുട്ടി വന്നിട്ട് പറയും നമുക്ക് ഗെയിം തുടങ്ങാം. ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ? കോമഡി കാണിച്ചോണ്ടിരുന്നാ മതിയോ? നമുക്ക് ഗെയിം കളിക്കണ്ടേ? അങ്ങനെ വന്നിട്ട് ഈ കൊച്ചൊരു ഗെയിമിന്റെ പേരിടും. ക്ലിപ്പോ ക്ലിപ്പോ, പ്ലിങ്ങോ പ്ലിങ്ങോ. ഇതുപോലത്തെ പേര് ISRO ശാസ്ത്രജ്ഞന്മാർക്ക് പോലും കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ പല റോക്കറ്റുകൾക്കും ക്ലിങ്ങോ പ്ലിങ്ങോ, ക്ലിങ്കോ ക്ലിങ്കോ. കുട്ടി, ഒരു സന്തോഷ വാർത്തയുണ്ട്. അടുത്ത രാജമൗലിയുടെ പടത്തിൽ സിനിമയ്ക്ക് പേരിടാൻ വേണ്ടി ഈ കുട്ടിയെ ക്ഷണിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. അങ്ങനെ ഇവരെല്ലാരും കൂടി സ്റ്റാർ മാജിക്കിന് ഇന്ന് 100ന്റെ നിറവിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ 100 കൊണ്ടൊന്നും സ്റ്റാർ മാജിക്ക് തീരില്ല. രാജ് മാജിക്ക് ഇങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ്. ഇതോടുകൂടി അജീസ് സ്റ്റാർ മാജിക്കിന്റെയും സജി സ്റ്റാർ മാജിക്കിന്റെയും ധമാർ പടാർ അഥവാ സ്റ്റാർ മാജിക് എന്ന കഥ ഈ വേദിയിൽ പൂർണ്ണമാകുന്നു. രണ്ടുപേരെ പറ്റിയിട്ട് ഇവര് പാടിയില്ല. അതെ, പാടിയില്ല. പറ്റി പാടിയല്ലോ. കഥ പൂർണ്ണമാവണമെങ്കിൽ നിങ്ങൾ ആ പാട്ടും കൂടെ പാടിയേ. ഏത് പാട്ടാണ് മിസ്റ്റർ? ഞങ്ങളുടെ കഥയിൽ ഇത്ര പാട്ടുള്ള ഞങ്ങൾ ഫുള്ളായിട്ട് പാടിയിട്ടുണ്ട്. എല്ലാം പാടി, എല്ലാം പാടി. ഒരു കാര്യം ചെയ്യാം, ഇത് കൂടുതലൊന്നും വേണ്ട. ആ പാട്ട് നമുക്കൊന്ന് പാടിയേ കൊടുക്കാം. ഓക്കെ അല്ലേ? നെൽസനും നോവിയും ഫ്ലോറിൽ കിടന്ന് തലകുത്തി മറിയുന്നു. അവർ ചിരിപ്പിക്കാൻ വേണ്ടി ഫ്ലോറിൽ കിടന്ന് മെഴുകി വാരുന്നു. നെൽസനും നോവിയും ഫ്ലോറിൽ കിടന്ന് തലകുത്തി മറിയുന്നു. അവർ ചിരിപ്പിക്കാൻ വേണ്ടി ഫ്ലോറിൽ കിടന്ന് ചമ്മി നാറുന്നു. ഉള്ള സ്ഥിതിക്ക് ഞങ്ങൾ കൂടെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം ഒരുക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി,
നമസ്കാരം. ഈ പരിസരങ്ങളിൽ ഞങ്ങളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നതിന് അഡ്രസ് പറഞ്ഞു കൊടുക്കണ്ട. ഇല്ല. വീട്ടിൽ തിരക്കി വന്ന് തല്ലും. പോയേക്കാം. പോയേക്കാം. പോകാം. വാ. വേറെ ഒരു സ്റ്റേജ് അത് വേണ്ട, അത് വേണ്ട. നല്ല പാട്ട് പാടെ ഞങ്ങൾ പോകും. അല്ലേ വേണ്ട, ഞങ്ങൾ തന്നെ പാടിക്കൊള്ളാം. നെൽസനും നോബിയും ഫ്ലോറിൽ കിടന്ന് തലകുത്തി മറിയുന്നു അവർ ചിരി